നമ്മുടെ നാട്ടില് നിരന്തരം വർദ്ധിച്ചു വരുന്ന ലഹരിക്ക് എതിരായിട്ട് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പുളിയനും വട്ടപ്പറമ്പ് YMCA നേതൃത്വത്തിൽ അഖില കേരള ഒരു വടംവലി മത്സരം നമ്മുടെ എളവൂർ പള്ളിയിൽ വെച്ച് നടത്തിയുണ്ടായി. അപ്പോൾ അതിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ MD ആയ R ശ്രീകണ്ഠൻ നായരായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ അടുത്ത് കാണാൻ സാധിച്ചു. പിന്നെ നമ്മുടെ MLA റോജി M. ജോൺ, വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അസിസ്റ്റന്റ് വികാരി എന്നിവര് ആശംസകൾ അർപ്പിച്ചായിരുന്നു. ഇതിന്റെ ഒരു ഉത്സവം പോലെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടാടിയത്. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ അമ്മമാർ, മാതൃസംഘം അമ്മമാർ, ഞാനടങ്ങുന്ന അമ്മമാരുടെ ഒരു ലൈവ് ഭക്ഷണശാല ഒരുക്കിയിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന ലാഭം നിർധനരായ കുടുംബക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ആ ഒരു കർത്തവ്യം എല്ലാവരും നിർവഹിച്ചു. എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്തു കേട്ടോ. അപ്പോ നമ്മളൊക്കെ നല്ല വീട്ടിൽ ഉറങ്ങുമ്പോൾ ഒത്തിരി പേര് ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന കേട്ടപ്പോൾ തന്നെ എല്ലാ അമ്മമാരും നന്നായിട്ട് ഇതിനകത്ത് വേണ്ടി ജോലി ചെയ്തായിരുന്നു. ഇപ്പൊ ഓരോരുത്തർക്കും 10,000 15,000 കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇതിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊരു സംതൃപ്തിയായിട്ട് മാറിയിട്ടോ. നമ്മുടെ നാട്ടില് നിരന്തരം വർദ്ധിച്ചു വരുന്ന ലഹരിക്ക് എതിരായിട്ട് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പുളിയനും വട്ടപ്പറമ്പ് YMCA നേതൃത്വത്തിൽ അഖില കേരള ഒരു വടംവലി മത്സരം നമ്മുടെ എളവൂർ പള്ളിയിൽ വെച്ച് നടത്തിയുണ്ടായി. അപ്പോൾ അതിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ MD ആയ R ശ്രീകണ്ഠൻ നായരായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ അടുത്ത് കാണാൻ സാധിച്ചു. പിന്നെ നമ്മുടെ MLA റോജി M. ജോൺ, വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അസിസ്റ്റന്റ് വികാരി എന്നിവര് ആശംസകൾ അർപ്പിച്ചായിരുന്നു. ഇതിന്റെ ഒരു ഉത്സവം പോലെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടാടിയത്. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ അമ്മമാർ, മാതൃസംഘം അമ്മമാർ, ഞാനടങ്ങുന്ന അമ്മമാരുടെ ഒരു ലൈവ് ഭക്ഷണശാല ഒരുക്കിയിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന ലാഭം നിർധനരായ കുടുംബക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ആ ഒരു കർത്തവ്യം എല്ലാവരും നിർവഹിച്ചു. എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്തു കേട്ടോ. അപ്പോ നമ്മളൊക്കെ നല്ല വീട്ടിൽ ഉറങ്ങുമ്പോൾ ഒത്തിരി പേര് ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടില്ലാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന